ആലപ്പുഴയുടെ ചിത്തം ചിത്തനൊപ്പം എന്താണ് അഭിപ്രായം? ആലപ്പുഴയുടെ ചിത്തനൊപ്പം തന്നെ. ആലപ്പുഴയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചിത്തനല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ ആലപ്പുഴയുടെ MLA ആയി നിന്നുകൊണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 10ഉം 15ഉം വർഷം നടന്നിട്ടുള്ള വികസനത്തേക്കാൾ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലമാണ്. അതിനാകെ നേതൃത്വം നൽകിയത് നമ്മുടെ ചിത്തരഞ്ജനാണ്, നമ്മുടെ MLA ആണ്. ആ MLAയുടെ പ്രവർത്തനങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിൽ വളരെയേറെ ഉണ്ട്. ആലപ്പുഴ മണ്ഡലത്തിലെ റോഡുകൾ, PWD റോഡുകൾ, സ്റ്റേറ്റ് ഹൈവേ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ പുന്നമടയിലെ പുന്നമട പാലത്തിൻ്റെ പണി പുരോഗതിയിലാണ്. നമ്മുടെ ജില്ലാ കോടതി പാലം ആലപ്പുഴ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പട്ടണമാക്കി മാറ്റി തീർക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യവസായ മേഖല എടുത്താൽ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഈ 5 വർഷക്കാലം ചിത്തൻ്റെ പ്രയത്നം കൊണ്ട് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഹോംകോ തീരദേശ മേഖല, നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും, ഈ മണ്ഡലത്തിലെ ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരം കാണുന്ന, അവരുടെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും അവരോടൊപ്പമുള്ള സഖാവ് ചിത്തൻ. ആ ചിത്തനല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ ആലപ്പുഴയിലെ വോട്ടർമാർക്ക് കഴിയില്ല. തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ ഹൃദയം കവരാൻ ചിത്തനായിട്ടില്ല എന്ന് എതിർപക്ഷം ആരോപിക്കുന്നു. എന്താണ് അഭിപ്രായം? അത് ഈ തെരഞ്ഞെടുപ്പിൽ തീരദേശത്ത്, ആലപ്പുഴ മണ്ഡലത്തിലെ തീരദേശത്ത് അത് സമുദായ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ ലാറ്റിൻ കത്തോലിക്കരുടെ പ്രതിനിധിയായി ഒരു സ്ഥാനാർത്ഥി എതിർ സ്ഥാനത്ത് വന്നതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു പ്രചരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, മത്സ്യത്തൊഴിലാളികളുടെ സംസ്ഥാനത്ത് അവരുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് സഖാവ് ചിത്തൻ. സഖാവ് ചിത്തൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതാവായി ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ബോധ്യമുള്ളതാണ്. അവരുടെ ജീവിത പുരോഗതിക്ക്, അവർക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും അവരിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു കാര്യം, കടലിൽ പോകുന്നവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആ മരണപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് അപകടമുണ്ടായി എന്നറിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓടിയെത്തി അവർക്ക് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും, ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ എല്ലാ ദുഃഖങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ എല്ലാ സഹായവും നൽകി അവിടുത്തെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ വിശ്രമിക്കാറുള്ളൂ. ഇത് കണ്ടറിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് തീരദേശ മേഖലയിലുള്ളത്. അവർക്കൊരിക്കലും ചിത്തൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയുടെ നേതാവിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ആ മേഖലയിലുള്ള ഈ വോട്ടുകൾ ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീതിക്കപ്പെടുന്നതല്ല. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം. ആലപ്പുഴക്കാരുടെ ഹൃദയം കവർന്ന ചിത്തരഞ്ജന് എത്ര വോട്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത്? വോട്ടുകളുടെ എണ്ണം പ്രവചിക്കാനൊന്നും ഞാനാളല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ ചിത്തരഞ്ജൻ്റെ വിജയം. ഇവിടെ ചിത്തരഞ്ജനല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല എന്നൊരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഈ മീഡിയ ന്യൂസിന്, ഈ സർവേ നടത്തുന്ന മീഡിയ ന്യൂസിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.